ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ചലഞ്ചായിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അല്ലേ, അപ്പോൾ എന്താണ് ഒരു ചാപ്റ്ററോളം എനിക്ക് ക്ലാസ് കാണാൻ കിടപ്പുണ്ട്. കെമിസ്ട്രീൻ്റെ ക്ലാസ് എനിക്ക് ഒരു ചാപ്റ്ററോളം കാണാൻ കിടപ്പുണ്ട്. ബാക്കിയൊക്കെ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ക്ലാസ് ടൈം കഴിഞ്ഞിട്ടൊക്കെ ഞാനിങ്ങനെ കണ്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രി എനിക്ക് കാണാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഫസ്റ്റ് മുതലേ ഒന്ന് കണ്ട് നോക്കാമെന്ന് വെച്ചു. ഇന്ന് ഒരു ചാപ്റ്റർ തീർക്കും. നമ്മൾ ഡ്രീം ലാബ് മുതൽ ഒരു ചാപ്റ്റർ ഫുള്ള് തീർക്കാൻ പോവാണ്. ഇന്നലെ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പാർട്ട് കെമിസ്ട്രീൻ്റെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങിയിട്ട്, പക്ഷെ ഞാൻ അതിന് മുമ്പത്തെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇരുന്ന് തീർക്കാൻ പോവാണ്. ഒരു ചലഞ്ചായിട്ട് എടുക്കുകയാണ്. ഇന്ന് സമയം ഇപ്പോൾ 3 മണി ആവാറായി, 10 മിനിറ്റ് കൂടെ ഉള്ളൂ. 3 മണിയാവാറായി. അപ്പോൾ ഇന്ന് സ്കൂളില്ലല്ലോ, അപ്പം തീർക്കാൻ പറ്റുമെന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഞാൻ 3 മണിക്കാണ് തുടങ്ങുന്നത്. നേരത്തെ തുടങ്ങുന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡ്രീം ലാബ് മുതൽ ഒരു ചാപ്റ്റർ വരെ തീർക്കുന്ന ഒരു വ്ളോഗാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എൻ്റെ പഠിക്കുന്ന ടേബിളാട്ടോ ഇത് ഫുള്ള് മെസ്സായിട്ട് കിടക്കായിരുന്നു. ഫുൾ ബുക്കും ലാപ്പും പിന്നെ അവൻ്റെ കുറേ ബുക്കും എല്ലാം കൊണ്ട് ഭയങ്കര മെസ്സായിട്ട് കിടക്കായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ആദ്യം ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചു. ബുക്കും കാര്യങ്ങളൊക്കെ ആകുന്നതുകൊണ്ട് തന്നെ അത്ര നേരമൊന്നും എനിക്ക് വേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ഒതുക്കി വെക്കാനൊക്കെ പറ്റി. പിന്നെ ഞാൻ ഡ്രീം ലാബ് ആട്ടോ കാണാൻ പോയത്. ഞാൻ യൂട്യൂബിലാണ് പോയി കണ്ടത്. യൂട്യൂബിൽ ഡ്രീം ലാബ് ഉണ്ടായതുകൊണ്ട് അതിൽ യൂട്യൂബിൽ തന്നെ കാണാൻ പോയത്. ആക്ച്വലി ഇതിൻ്റെ 3ാമത്തെ തവണയാണ് ഈ ഡ്രീം ലാബ് ഇരുന്ന് കാണുന്നത് ഞാൻ. പക്ഷേ ഞാൻ എഴുതി വെച്ച നോട്ടൊന്നും ആ ബുക്ക് കാണുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഒന്നും കൂടി ഇരുന്ന് കാണാമെന്ന് വെച്ചു. കറക്റ്റ് 3 മണിക്ക് തന്നെ ഞാൻ ഡ്രീം ലാബ് കാണാൻ തുടങ്ങി. ഞാൻ ഇത് 3ാമത്തെ തവണ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ 2x ഇട്ടിട്ട് തന്നെയാണ് കണ്ടത്. അല്ലെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ കാണുന്നത് 1.5 ഇട്ടിട്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ 2x ഇട്ടിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നോട്ട്സൊക്കെ എഴുതി. ഞാൻ നേരത്തെ വീഡിയോയിൽ ഡ്രീം ലാബ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് നല്ല സക്സസ്ഫുള്ളായിട്ട് തന്നെ പോയി. ആക്ച്വലി എൻ്റെ സ്കൂളിലൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കാതെയാണ് സെക്കൻഡ് ചാപ്റ്ററിലേക്കും തേർഡ് ചാപ്റ്ററിലേക്ക് പോകുന്നത്. സ്കൂളിൽ എല്ലാം ഒന്നുമല്ല, കെമിസ്ട്രിയും ബോട്ടണിയും ഒക്കെ. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് സൈലത്തിൽ വേറെ ചാപ്റ്ററാണ് ആൻഡ് സ്കൂളിൽ വേറെ ചാപ്റ്ററാണ്. രണ്ടും കൂടി ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും സൈലത്തിലൊരു ചാപ്റ്റർ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ ഒരു ചാപ്റ്റർ ഇങ്ങ് തീർക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അതിന് കെമിസ്ട്രി ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേറെ സൈലത്തിനായിട്ട് തന്നെ, പക്ഷെ ഞാൻ അതിലൊന്നും എഴുതിയിട്ടില്ല. അപ്പം നമുക്ക് ഡ്രീം ലാബ് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. NS മാമിൻ്റെ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡ്രീം ലാബൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 4:40 അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ പോയി ഫുഡ് കഴിക്കാനിരുന്നു. ഉച്ചക്കത്തെ ഫുഡ് അപ്പോഴായിരുന്നു കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ NH സാറിൻ്റെ ക്ലാസ് കാണാൻ പോയി. അത് ഞാൻ ഫസ്റ്റ് പാർട്ട് യൂട്യൂബിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിൽ പോയാണ് കണ്ടത്. കറക്റ്റ് 5 മണിക്ക് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ് കാണാൻ പോയത്. ഇനി 11ഓളം പാർട്ട് വീഡിയോസ് കാണാൻ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഒരു കറക്റ്റ് 5 മണിക്കൊക്കെ ആയപ്പോഴാണ് ഞാൻ കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിരുന്ന് കാണാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും തീരാൻ പോകണില്ല എന്നുള്ളത്. കാരണം ഇനി 11ഓളം പാർട്ട് വീഡിയോസ് ഞാനിനി കാണാൻ കിടപ്പുണ്ട്. ഞാൻ ഒരു 5-6 കണ്ടിട്ടുണ്ടെങ്കിലും നോട്ട്സൊക്കെ ഇത് കറക്റ്റായിട്ട് തന്നെ പോകാമെന്ന് വെച്ചാണ് പിന്നെ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഈ കണ്ടിന്യൂസുള്ള ഇരിപ്പിൽ തന്നെയാണ് ഇത് കണ്ട് തീർക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടു, ഇങ്ങനെ 25 മിനിറ്റ് ബ്രേക്കൊക്കെ എടുത്ത് 25 മിനിറ്റ് പഠിച്ചിട്ട് 5 മിനിറ്റ് ബ്രേക്കൊക്കെ എടുത്ത് അങ്ങനെ വേണം പഠിക്കാനെന്ന്, എന്നാലേ കുറേ ഫോക്കസ് കിട്ടുള്ളൂന്നോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഇരിപ്പിൽ തന്നെയാണ് ഞാനിങ്ങനെ ക്ലാസ് കണ്ട് തീർക്കണത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കറക്റ്റ് നോട്ടൊക്കെ എഴുതി തന്നെയാണ് പോണത്. കാരണം സ്കൂളിൽ എനിക്ക് കെമിസ്ട്രിക്ക് നോട്ട് എഴുതേണ്ട കാര്യമില്ല, ടെക്സ്റ്റ് നോക്കി പഠിച്ചാൽ മതി എന്ന് തന്നെയാണ് മിസ്സ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ സൈലത്തിൻ്റെ നോട്ടാണ് ഫോളോ ചെയ്യുന്നത്. പ്ലസ് ടെക്സ്റ്റ് ഫോളോ ചെയ്യേണ്ട, എന്നാലും സൈലത്തിൻ്റെ നോട്ടാണ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ടെക്സ്റ്റ് മാർക്ക് ചെയ്ത് പോവും.
എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ടെക്സ്റ്റ് വായിച്ച് കറക്റ്റായിട്ട് ഓരോ ലൈൻ ബൈ ലൈൻ വായിച്ച് മാർക്ക് ചെയ്യേണ്ടതായിരുന്നു വേണ്ടത്. പക്ഷേ ഇങ്ങനെ സൈലത്തിലെ ശ്രുതി മാം ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു, ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് വായിക്കുന്നതാണ് മിസ്സ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോഴേക്കും പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ആ മഴയുടെ ആ ഒരു അന്തരീക്ഷം, ആ തണുപ്പിലൊക്കെ ഉള്ള ഒരു അന്തരീക്ഷത്തിലിരുന്നായിരുന്നു പിന്നെയുള്ള പഠിത്തം. അപ്പോഴേക്കും ഞാനൊരു 7:30 പാട്ടൊക്കെ കണ്ട് തീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ 8:30 ആയിട്ടുണ്ടായിരുന്നു സമയം. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായി ഇനി അത് കണ്ട് തീർക്കാൻ പറ്റില്ലാന്ന്. കാരണം ഞാൻ രാത്രി ഇങ്ങനെ കുത്തിയിരുന്ന് ഉറക്കമൊഴിച്ച് പഠിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ആക്കുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക.